നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിത്യ, ഇതൊക്കെ ശരിയാണോ? എന്ത് ശരിയാണോന്ന്? ഇത് നിന്റെ സ്വന്തം വീടാണെന്ന കാര്യം നീ മറന്നുപോയോ? വല്ല പാർക്കിലോ ബീച്ചിലോ ആയിരുന്നെങ്കിൽ സാരില്ലായിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്തു ഏട്ടത്തി പറയുന്നേ? ഒന്നും ചെയ്തില്ലേ? അപ്പൊ കുറച്ചു മുമ്പ് ഞാൻ നേരിട്ട് കണ്ടതോ? അതിലെന്താ തെറ്റ്? ഞാനും ശരത്തേട്ടനും വിവാഹം കഴിക്കാൻ പോകുന്നവരാ. കല്യാണത്തിന് മുമ്പ് സുധിയേട്ടനെ ഏട്ടത്തെ കെട്ടിപ്പിടിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ ആവാം, ഞങ്ങൾക്ക് പാടില്ല. ഈ ആറ്റിറ്റ്യൂഡ് ശരിയല്ല ഏട്ടത്തി. നിന്റെ ഏട്ടനുമായിട്ട് എന്റെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഞങ്ങൾ തമ്മിൽ കുറച്ച് അടുത്തിടപഴകിയത്. ഇതങ്ങനെയാണോ? കല്യാണം പോലും ആലോചിച്ചിട്ടില്ല. ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല. തെറ്റും ശരി എന്താണെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അധികം ഉപദേശിക്കാൻ വരണ്ട. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഏട്ടത്തി, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോ കുറച്ചുകൂടെ മര്യാദ പാലിക്കണമെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. എടി മോളെ, ഞാൻ നിന്റെ ഏട്ടത്തിയാ. നിന്റെ കാര്യത്തില് എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാണോ? ഇത്രയും കാലം ഇല്ലാതിരുന്ന ഉത്തരവാദിത്വം ഇനിയും ഏറ്റെടുക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഏട്ടത്തിക്കും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനും. അവര് പറഞ്ഞതൊന്നും വ്യക്തമായി കേട്ടില്ലേ? ഇല്ല. പക്ഷേ വക്കീലും ഡാഡിയും കൂടി സംസാരിച്ചത് വിൽപത്രം എഴുതുന്നതിനെ കുറിച്ച് തന്നെയായിരിക്കും. പേടിക്കണം മോളെ. നിന്റെ ഡാഡിയെ നമ്മൾ പേടിക്കണം. ഒരുപാട് സ്നേഹം കാണിക്കുമ്പോ നമ്മൾ വിചാരിക്കും നിന്റെ ഡാഡി ഒരു പാവാന്ന്. പക്ഷെ അല്ല. നീ ഇപ്പൊ എന്ത് ചിന്തിക്കുമെന്ന് ഒരു മാസം മുമ്പേ ചിന്തിക്കാൻ നിന്റെ ഡാഡിക്ക് പറ്റും. അത്രയ്ക്ക് ബുദ്ധിമാനാ. അങ്ങനെ നമ്മൾ ആരും അറിയാതെ ഒരു വക്കീലിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിലപകടമുണ്ട്. അതെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഇതെല്ലാം അവന്റെ കളിയാ മോളെ. നിന്റെ ഡാഡിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് അവനാ. ഇപ്പോ ഈ വക്കീലിനെ വിളിച്ചു വരുത്തിയതും അവന്റെ ബുദ്ധി തന്നെ ആയിരിക്കും. ആരുടെ ബുദ്ധിയായാലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് കിട്ടാനുള്ളത് ഞാൻ വാങ്ങിയിരിക്കും. വേണ്ടി വന്നാൽ കോടതിയിൽ പോവും. മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മയുടെ സ്വത്തുക്കളിൽ മക്കൾക്ക് തുല്യാവകാശമുണ്ട്. പക്ഷേ അച്ഛന്റെ സ്വത്തുക്കൾ അച്ഛനിഷ്ടമുള്ള ആർക്കു വേണമെങ്കിലും എഴുതി കൊടുക്കാം. അതിലൊരു കോടതിക്കും ഇടപെടാൻ പറ്റില്ല. അതാണ് നമ്മുടെ നാട്ടിലെ നിയമം. നിയമവും മണ്ണാങ്കട്ടേക്ക് അവിടെ ഇരിക്കും. എന്നെ അവഗണിച്ചാ ഡാഡിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. മോളെ, നീ ക്ഷമിക്ക്. വെറുതെ ബഹളം ഉണ്ടാക്കേണ്ട സമയല്ലേ ഇത്. ബുദ്ധിപരമായി വേണം ഇതിനെ നേരിടാൻ. അപ്പച്ചി പറയ, നമ്മൾ എന്ത് ചെയ്യണം? വഴിയുണ്ട്. ആദ്യം നമുക്ക് ആ വക്കീലിനെ കാണണം. എന്തൊക്കെയാണ് നിന്റെ ഡാഡി വിൽപത്രത്തിൽ എഴുതി ചേർക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയണം. അവന്റെ പേരിലെങ്ങാനും ആണ് എഴുതി വെക്കാൻ പറഞ്ഞെങ്കിൽ അതെല്ലാം നിന്റെ പേരിലേക്ക് മാറ്റി എഴുതാൻ വക്കീലിനോട് പറയണം. അതിനു വേണ്ടി ഒരു തുക കൈക്കൂല് കൊടുത്താലും തരക്കേടില്ല. നമുക്ക് ഉടനെ തന്നെ ആ വക്കീലിനെ പോയി കാണണം. നമ്മൾ ഒരു വക്കീലിനെയും കാണാൻ ഇങ്ങോട്ടും പോവില്ല. വക്കീൽ ഇവിടെ വരും. വരുത്തിയിരിക്കും ഞാൻ. വരൂ സർ. ഇരിക്കൂ സർ. സാറിന് കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. രാവിലെ നല്ല ധൃതിയില്ല. അത്യാവശ്യമാണെന്ന് കുട്ടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കം ടു ദ പോയിന്റ്. ഞാൻ എന്താ ചെയ്തു തരണ്ടേ?
ഇതാണ് അഡ്വക്കേറ്റ് ശിവറാം സർ. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആൻസർ. കാര്യങ്ങള് മുഖത്ത് നോക്കി പറയും. എനിക്കും സാറിന്റെ ഈ രീതി തന്നെയാ ഇഷ്ടം. കുട്ടി കാര്യം എന്താണെന്ന് പറയൂ. ഞാൻ എന്തിനാണ് വിളിപ്പിച്ചെന്ന് സാറിന് മനസ്സിലായി കാണുമല്ലോ. ഇന്നലെ സാർ ഹോസ്പിറ്റലിൽ പോയിരുന്നു അല്ലേ എന്റെ ഡാഡിയെ കാണാൻ? പോയിരുന്നു. അതിനെന്താ? ഞങ്ങൾ തമ്മിലൊരു 10 മിനിറ്റ് സംസാരിക്കുകയും ചെയ്തു. വക്കീലെ, ഈ പറഞ്ഞതാണ് കാര്യം. ഏട്ടനെ കണ്ട് സംസാരിച്ചത്. അതിനെക്കുറിച്ച് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത്. വിൽപത്രം എഴുതുന്ന കാര്യം പറയാനാണോ ഡാഡി സാറിനെ വിളിച്ചത്? അതെ, വിൽപത്രം എഴുതുന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് സംസാരിച്ചു. ആരുടെ പേരിലാ വിൽപത്രം എഴുതി വെക്കുന്നത്? ഇവളുടെ പേരിലോ അതോ ഇവളുടെ ഭർത്താവിന്റെ പേരിലോ? നിങ്ങളുടെ ആകാംക്ഷ എനിക്ക് മനസ്സിലാവും. ബട്ട് ഐ ആം ഹെൽപ്ലെസ്. നിങ്ങൾ ഇപ്പൊ ചോദിച്ചത് ഒരു വക്കീൽ സൂക്ഷിക്കേണ്ട പ്രൈവസിയെ കുറിച്ചാണ്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. എന്റെ കക്ഷിയെ സംബന്ധിക്കുന്ന ഒരു വിവരവും പുറത്തു പറയാൻ തൽക്കാലം എനിക്ക് അനുവാദമില്ല. ഒരു രഹസ്യ സ്വഭാവത്തിൽ തന്നെ ഈ വിൽപത്രം സൂക്ഷിക്കണമെന്ന അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞോ? അതൊരു വക്കീൽ സൂക്ഷിക്കേണ്ട രഹസ്യമല്ലേ, അതെങ്ങനെ കുട്ടിയോട് പറയും? ഡോക്ടർ ജയശങ്കറിന്റെ അനുവാദമില്ലാതെ അതെനിക്ക് കുട്ടിയോട് പറയാൻ കഴിയില്ല. വിൽപത്രത്തിലെ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമേ നിങ്ങളെ അറിയിക്കാവൂന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സർ പ്ലീസ്, സാറിന് ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം. സാർ എനിക്ക് വേണ്ടി മറ്റൊരു ഫേവറും ചെയ്യണ്ട. വിൽപത്രത്തിലെ ഒരു വരി പോലും മാറ്റി എഴുതാൻ വേണ്ട. പക്ഷേ ആരുടെ പേരിലാണ് ഡാഡി അത് എഴുതാൻ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. സാധിക്കാത്ത കാര്യങ്ങൾ പറയാൻ എന്നെ നിർബന്ധിക്കരുത്. സാറിന്റെ ക്രെഡിബിലിറ്റിക്ക് വിലയിടാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ സാർ ആവശ്യപ്പെടുന്ന പണം തരാൻ എന്നെ കൊണ്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഇന്ന് വരെ സാർ ഒരു കേസിനും വാങ്ങിയിട്ടില്ലാത്തതിനേക്കാൾ കൂടുതൽ പണം. സാർ എന്താ ചിരിച്ചത്? എന്നെ കൊണ്ടതിന് സാധിക്കില്ലെന്നാണോ? നോ നെവർ. പണം നിങ്ങളുടെ കയ്യിൽ ധാരാളം ഉണ്ടായിരിക്കും. പക്ഷെ അതുകൊണ്ട് എല്ലാവരെയും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതരുത്. എങ്കിലും ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ കുട്ടിയോടൊരു കാര്യം പറയാം. വിൽപത്രത്തിലെ വിവരങ്ങൾ കുട്ടിക്ക് അത്ര നല്ലതല്ല. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കുട്ടി അത് ഡാഡിയോട് തന്നെ ചോദിച്ചാൽ മതി. തൽക്കാലം ഞാൻ ഇറങ്ങട്ടെ. ഒരു കാര്യം കൂടി, ഇതിനു വേണ്ടി എന്നെ ഇനി വിളിക്കരുത്. വക്കീലും കൈവിട്ടു. അപ്പൊ ഒരു കാര്യം ഉറപ്പായി മോളെ, സ്വത്തുക്കളെല്ലാം എഴുതാൻ തീരുമാനിച്ചത് അവന്റെ പേര് തന്നെയായിരിക്കും. മോളുടെ പേരിലായിരുന്നെങ്കിലേ വക്കീൽ അത് പറയുമായിരുന്നു. മോളെ, ഇങ്ങനൊരു വിൽപത്രം രജിസ്റ്റർ ചെയ്യാൻ ഡാഡിയെ ഒരിക്കലും അനുവദിക്കരുത്. നിന്നെ തോപ്പിക്കുന്ന കാര്യങ്ങളാ ഓരോ ദിവസവും നിന്റെ ഡാഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടർ സുനിതയുടെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയല്ലേ? അത്രയും വലിയ തെറ്റ് ചെയ്ത ഒരാളെ നീ സസ്പെൻഡ് ചെയ്തിട്ടും നിന്റെ ഡാഡി അവളെ വെറുതെ വിട്ടു. എന്താ അതിനർത്ഥം? മോളെ, നിന്റെ ഡാഡിയുടെ മേൽ എന്തോ ഒരു സ്വാധീനം അവൾക്കുണ്ട്. അതെന്താണെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ? ഏതായാലും ആ വക്കീലിന്റെ മുമ്പില് നാണക്കേടായിപ്പോയി. അത് സാരമില്ല പച്ചി. വിൽപത്രത്തിലെ വിവരങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും അറിയും. പിന്നെ ഡോക്ടർ സുനിത, അവളെ എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. മോള് ഏത് വഴി വേണമെങ്കിലും ഉപയോഗിച്ചു. പക്ഷേ പുതിയൊരു ശത്രുവിനെ ഉണ്ടാക്കരുത്. സൂക്ഷിക്കണം. നമ്മൾ എത്ര വിചാരിച്ചാലും ചിലരൊക്കെ നമ്മുടെ ശത്രുക്കളാവുക തന്നെ ചെയ്യും.
പക്ഷെ അപ്പച്ചി ഒരു കാര്യം ഓർത്തോ, പ്രോപ്പർട്ടീസ് ഒക്കെ എന്റെ പേരിൽ എഴുതി തന്നില്ലെങ്കിൽ ഈ വീട്ടിൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല ആർക്കും.